ചെർപ്പളശ്ശേരിയുടെ ചരിത്രം പറയുന്ന ഫോട്ടോ പ്രദർശനം ശ്രദ്ധേയമായി. ചെർപ്പളശ്ശേരിയിലെ ഏറ്റവും ആദ്യത്തെ സ്റ്റുഡിയോ ആയ പ്രഭ സ്റ്റുഡിയോ ആണ് സേവനം അവസാനിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഫോട്ടോ പ്രദർശനം ഒരുക്കിയത്. മാഞ്ഞുപോയ ഒരു കാലഘട്ടത്തെ ഓർമ്മപ്പെടുത്തുന്നതായി ചെർപ്പളശ്ശേരിയിൽ നടന്ന ഈ ഫോട്ടോ പ്രദർശനം അരനൂറ്റാണ്ടിലധികം കാലം തലയെടുപ്പോടെ ചെർപ്പളശ്ശേരിയുടെ കണ്ണും കാതുമായി നിന്ന പ്രഭ സ്റ്റുഡിയോ ആണ് പ്രവർത്തനം അവസാനിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ഫോട്ടോ പ്രദർശനം ഒരുക്കിയത്. പഴയ ചെർപ്പളശ്ശേരിയും ഇപ്പോഴത്തെ ചെർപ്പളശ്ശേരിയും മുതൽ ഉത്സവ കാഴ്ചകൾ, കഥകളി, രാഷ്ട്രീയ പരിപാടികൾ, കല്യാണ ചടങ്ങുകൾ, ചോറും കലാകാരന്മാർ തുടങ്ങി പഴയതും പുതിയതുമായ 1500ഓളം ഫോട്ടോകളാണ് പ്രദർശനത്തിൽ ഉണ്ടായിരുന്നത്. ശബരി ഹാളിൽ നടന്ന പ്രദർശനം കാണാൻ നിരവധി പേരാണ് എത്തിയത്. ഓർമ്മയില്ലേ പഴയ പലതും ഓർമ്മിക്കാൻ സാധിക്കൂലോ ഒരു ഫോട്ടോ കാണുമ്പോ. ഇല്ലാത്തവര് പലതും എന്താ തോന്നുന്നു നമ്മളെ പഴയ ആളുകളൊക്കെ കാണുമ്പോ, പഴയ ചെറുപ്പശ്ശേരി കാണുമ്പോ ഇത്രയും ഇങ്ങനെ ശേഖരിച്ചു വെച്ച് കാണിക്കാൻ പറയുമ്പോഴേക്കും വല്ലാത്തൊരു അത്ഭുതം. എനിക്ക് വേറെ ഒന്നും പറയാൻ പറ്റില്ല. മാറ്റങ്ങളൊക്കെ തിരിച്ചറിയുന്നുണ്ടോ? കാണാൻ പഴയ ആളുകളുടെ മാറ്റം ഇപ്പോഴത്തെ ആളുകളുടെ മാറ്റമൊക്കെ തിരിച്ചറിയുന്നു. ഇതൊക്കെ ഇങ്ങനെ കാണാൻ കിട്ടാന്ന് പറഞ്ഞാൽ നല്ലൊരു ഭാഗ്യല്ലേ. വേറെ എവിടെയും പോയി ശേഖരിക്കാനും പറ്റില്ല, നമുക്ക് അറിയില്ല. നമ്മുടെ ഫോട്ടോ തന്നെ ശേഖരിക്കാനും പറ്റില്ല. അപ്പൊ നല്ല സന്തോഷം കാണാൻ പറ്റും. CM ഹർഷന്റെ ഉടമസ്ഥതയിലുള്ള സ്റ്റുഡിയോ 1958 ചെറിയച്ഛൻ പ്രഭാകരൻ നായരാണ് തുടങ്ങിയത്. 3 തലമുറകളിലൂടെ ക്യാമറ കണ്ണുകളുമായി പ്രഭ ചെർപ്പളശ്ശേരിയിൽ നിറഞ്ഞു നിന്നു. പ്രവർത്തനം അവസാനിപ്പിച്ചാലും ഫ്രീലാൻസായി പ്രഭയുടെ സേവനം തുടരാനാണ് ഉടമ ഹർഷന്റെ തീരുമാനം. ഫോട്ടോ എടുക്കുക എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഫിലിമാണല്ലോ, ഫിലിം നഷ്ടപ്പെട്ടാൽ ഫിലിം നഷ്ടപ്പെടുന്നില്ല, നല്ല നല്ലൊരു മൊമെന്റ്സ് കിട്ടണേ. അത് ഏറ്റവും ബുദ്ധിമുട്ട്. ഈ അന്നത്തെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയാലും നെഗറ്റീവ് ഒക്കെ ആണെങ്കിലല്ലോ അത് കുറേ റിസ്ക്കാണ്. ഇന്നിപ്പോൾ അടിച്ച് എത്ര നല്ല ഫോട്ടോ എടുക്കാൻ ഡിജിറ്റലല്ലേ, ഒരു കുഴപ്പമില്ല. അപ്പം അങ്ങനെ കാണുന്ന ഫോട്ടോസാണ് ഇതിൽ കൂടുതൽ. അതെ അതെ, ഒരുപാട് നമ്മുടെ ഗോപിയാശാൻ്റെ ആണെങ്കിലും കല്ലാമൺ കോട്ടേശൻ്റെ കഥകളിയൊക്കെ അതുപോലെ അദ്ദേഹം നമ്മുടെ രാമൻകുട്ടി കുറേ ആൾക്കാരുടെ ഫോട്ടോ എൻ്റെ വേസ്റ്റായി കേടുവന്ന് പോയി. അതങ്ങനെ ഫെയ്ഡിൽ പോയി. അതിൽ ഭയങ്കര വിഷമമുണ്ട്. എന്താപ്പം നിർത്തിയില്ല, പോയി. അതൊക്കെ പഴയ അപൂർവ കഥാപാത്രങ്ങൾ ഉണ്ടായിരുന്നുണ്ട്. ഒന്ന് സൂക്ഷിച്ചേക്കാനുള്ള ഒരു സംവിധാനം ഇല്ല അന്നില്ല. അതെ, ഇപ്പം പിന്നെ കംപ്ലീറ്റ് കമ്പ്യൂട്ടർ കൊണ്ട് വയ്ക്കാം. അന്ന് CD ഒന്നും ഇല്ലല്ലോ, നെഗറ്റീവ് ഉണ്ട്. പക്ഷെ അതൊന്നും ചെയ്യാൻ പറ്റില്ലേ, ഇവിടെ നെഗറ്റീവ് ഉണ്ട്. ഫോട്ടോ പ്രദർശനത്തോടൊപ്പം 3 തലമുറകളുടെ ഒത്തുചേരലും നടന്നു. കാർഷിക മേഖലയ്ക്ക് പുത്തൻ ഉണർവേകാൻ അഗ്രികൾച്ചറൽ സെന്റർ അടയ്ക്കാവുത്തൂർ.